ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 2025 വരാൻ പോകുന്ന വലിയ ഫിലിമുകളെ പറ്റിയാണ്. അതിലാദ്യം തന്നെ നമ്മൾ നോക്കാൻ പോകുന്നത് ജിത്തു ജോസഫ് മോഹൻലാൽ കോംബോ വീണ്ടും ഒന്നിക്കുന്ന ദൃശ്യം 3 എന്ന് പറഞ്ഞ ഫിലിമിനെ പറ്റിയാണ്. നിലവിൽ ദൃശ്യം 3യുമായിട്ട് ബന്ധപ്പെട്ട ചില വിവാദങ്ങളൊക്കെ ബോളിവുഡിൽ നടക്കുന്നുണ്ട്. കാരണം അവിടെയാണ് ദൃശ്യം 3 ആദ്യം ഇറങ്ങുന്നതെന്നൊക്കെ പറഞ്ഞ്. എന്നാൽ അതിനെല്ലാം മറികടന്നുകൊണ്ട് നമ്മൾ കേരളത്തിലുള്ളവർ തന്നെ ആദ്യം ഫിലിം ഇറക്കും എന്ന് ഏകദേശം കൺഫേം ആയിട്ടുണ്ട്. കാരണം ജിത്തു ജോസഫ് ആ ഫിലിമയായിട്ട് ബന്ധപ്പെട്ട സ്ക്രിപ്റ്റിൻ്റെ പരിപാടികളൊക്കെ ഏകദേശം തുടങ്ങിക്കഴിഞ്ഞു, പകുതിയോളം തന്നെയായി. ഈ വർഷം ഡിസംബറിൽ തന്നെ സിനിമ റിലീസ് ചെയ്യാൻ പ്ലാൻ ഉണ്ടെന്നും കേൾക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് കാത്തിരിക്കാം. അടുത്തത് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന മറ്റൊരു സിനിമയാണ് മോഹൻലാൽ അമൽ നീരദ് മൂവി. സിനിമയുടെ ഷൂട്ടിംഗ് ഈ മാസം ഒക്ടോബറിൽ തുടങ്ങാൻ വേണ്ടി ഇരുന്നതാണ്. എന്നാൽ എന്തൊക്കെയോ ചില കാരണങ്ങൾ കൊണ്ട് സിനിമയുടെ ഷൂട്ടിംഗ് മാറ്റിവെച്ചിട്ടുണ്ട്. എന്തായാലും ഒരു കിടിലൻ പടം തന്നെയാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് നമുക്ക് എല്ലാവർക്കും ഉറപ്പാണ്. സൗബിൻ ഷാഹിർ, ആസിഫ് അലി തുടങ്ങിയവരെല്ലാം സിനിമയിൽ ഭാഗമാകാൻ ചാൻസ് ഉണ്ട് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഫുഷിൻ ശ്യാം സിനിമയ്ക്ക് സംഗീതം ഒരുക്കും. ലിറ്റിൽ ഫൈമ്പാണ് സിനിമയുടെ DOP. എന്തായാലും അമൽ നീരദ് മോഹൻലാൽ കോംബോ വീണ്ടും നമുക്ക് കാത്തിരിക്കാം. അടുത്തത് വളരെ കാലത്തിന് ശേഷം മമ്മൂട്ടിയും മോഹൻലാലും വീണ്ടും ഒന്നിക്കുന്ന മഹേഷ് നാരായണൻ MMN സിനിമയാണ്. സിനിമയുടെ ടൈറ്റിലൊക്കെ ഏകദേശം ലീക്കായിട്ടുണ്ട്. പാട്രിയേറ്റ് എന്നാണ് സിനിമയുടെ ടൈറ്റിൽ. സിനിമയുടെ ഷൂട്ടിങ്ങിനായി ലാലേട്ടൻ ഇപ്പോൾ ശ്രീലങ്കയിൽ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ലാലേട്ടൻ്റെ ഭാഗമാണ് സിനിമയെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മമ്മൂക്കയും ഉടനെ തന്നെ സിനിമയിൽ ജോയിൻ ചെയ്യും എന്നാണ് കേൾക്കുന്നത്. അടുത്തത് ഇനി വരാൻ പോകുന്ന വലിയൊരു സിനിമയാണ് കത്തനാർ. ജയസൂര്യയാണ് സിനിമയിൽ നായകനായിട്ട് വരുന്നത്. ഹോം, മങ്കിപ്പൻ തുടങ്ങിയ സിനിമകൾക്ക് ശേഷം റോജിൻ തോമസ് സംവിധാനം ചെയ്യുന്ന സിനിമയാണ്. VFXന് വളരെയധികം പ്രാധാന്യമുള്ള സിനിമ തന്നെയാണ്. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. ഈ വർഷം ക്രിസ്മസിന് സിനിമ ഇറക്കാൻ പ്ലാനിംഗ് ഉണ്ടെന്ന് കേൾക്കുന്നുണ്ട്. അടുത്തത് സുരേഷ് ഗോപി നായകനായി വരുന്ന പുതിയ സിനിമയാണ് ഒറ്റക്കൊമ്പൻ. സിനിമയുടെ ഷൂട്ടിംഗ് എല്ലാം ഇപ്പോൾ മൂലമറ്റം, കാഞ്ഞാർ തുടങ്ങിയ സ്ഥലങ്ങളിലായി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്.